കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഡിജിപിക്ക് പരാതി. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയാണ്. ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെ സൈബർ അധിക്ഷേപം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഡിജിപിക്ക് പരാതി നൽകിയത്. ഉൾഭയത്തോടെ മാനസികമായി തകർന്നാണ് ഈ പരാതി കൈമാറുന്നതെന്ന് അതിജീവിത ഈ പരാതിയിൽ പറയുന്നു. ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന അധിക്ഷേപങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ശ്രീനാദേവിയുടെ ആ ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്നത് അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. അതിജീവിതനൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു. ഒരു സ്ത്രീ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു ഫേസ്ബുക്ക് ലൈവാണ് ഒരു പൊതുപ്രവർത്തക കൂടിയായ ശ്രീനാദേവിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിജീവിത, ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് പോലീസിന്റെ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്? കോൺഗ്രസിന്റെ പത്തനംതിട്ട ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് രാവിലെയാണ് ഈ പരാതിക്കിടയാക്കിയിരിക്കുന്ന ഈ ഫേസ്ബുക്ക് വീഡിയോ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തരത്തിൽ പ്രചരിക്കുകയും അത് ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലേക്ക് അത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്ക് 1:15 സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഇതേ പരാതിയുടെ പകർപ്പ് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരാതിയിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഞാൻ വായിക്കാം. No woman, especially an elected woman, has the right to place a rape survivor on trial before social media. അതായത് ഒരു അതിജീവിതയെ, അതായത് ഒരു പീഡന കേസിലെ അതിജീവിതയെ സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യാൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്ക് എങ്ങനെ കഴിയും എന്ന ഏറ്റവും വികാരമുളവാക്കുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ് ഈ പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. അതിനുശേഷം I humbly but firmly request immediate registration of FIR against R. Srinadevi Kunyamma, seizure and forensic preservation of her Facebook video, cyber cell investigation of threats and identity leaks, legal action for survivor shaming and witness intimidation, police protection for my സേഫ്റ്റി ഓൾസോ. ഇങ്ങനെ പറഞ്ഞാണ് ഈ പരാതി പോകുന്നത്. അതായത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി മതിയായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി എടുത്തു പറയുന്നു. അതോടൊപ്പം രഹസ്യമൊഴി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ യുവതി. അതിനിടയിലാണ് ഈ വീഡിയോ പുറത്താകുന്നത്. അത് അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലേക്ക് വലിയ സൈബർ അധിക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. തൻ്റെ ആത്മാഭിമാനത്തെ തന്നെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഈ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന സൈബർ അധിക്ഷേപവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. താൻ ഏറെ ഭയത്തോടെയാണ് ഇങ്ങനെയൊരു പരാതി പോലീസ് മേധാവിക്ക് കൈമാറുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യണം. ഇടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അത് കൃത്യമായി തടയാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം കൂടി അവർ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായ AIG ജി പൂങ്കുഴലിക്ക് ഈ കേസ് കൈമാറുമോ അതോ അതിനപ്പുറത്തേക്ക് സൈബർ ക്രൈം പോലീസിനായിരിക്കുമോ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവി കൈമാറുക എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് കൂടി ഈ പരാതിയുടെ പകർപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അങ്ങനെ മുഖ്യമന്ത്രിക്ക് കൂടി പരാതി ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായ ഇടപെടൽ, അതായത് സുപ്രീം കോടതി നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് നിയമവിദഗ്ധർ തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമാണിത്. കാരണം ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലോ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളോ സമൂഹ മാധ്യമങ്ങളിൽ നടക്കാൻ പാടില്ല എന്നാണ് നിയമം. അത്തരത്തിലുള്ള പരാതിക്കാർക്ക് പ്രത്യേകമായി നിയമം നൽകുന്ന പരിരക്ഷകളുണ്ട്. അത് ലംഘിക്കപ്പെട്ടതിന് പേരിലാണ് ആദ്യ കേസിലെ പരാതിക്കാരി നൽകിയ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ഏതാണ്ട് 2 ആഴ്ചയിലധികം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഏറെക്കുറെ അതിന് സമാനമായ തരത്തിൽ ഉള്ള ആ സൈബർ അധിക്ഷേപമാണ് ഈ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിൽ അതിജീവിത വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിന് ഇരയായതാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ തന്നെ ലജ്ജിക്കേണ്ടുന്ന അവസ്ഥയാണ്. മറ്റൊരു അതിജീവിതയ്ക്കും സമാനമായ നിലയിലുള്ള ഒരു സാഹചര്യം നേരിടുന്നു. അതും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുന്നു എന്നത് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആ
പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഡാൻ, നോക്കൂ, ഇതിൽ പോലീസ് എന്തായാലും നമുക്കറിയാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സ്വീകരിക്കുന്ന നിലപാട്, സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഡാൻ, ഇതിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുലിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പരാതി കിട്ടും മുൻപ് നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ് എല്ലാ ആരോപണങ്ങൾക്കും മുന്നിൽ നിന്ന് പറയുമ്പോൾ അവരുടെ പാർട്ടിയിലെ ഒരു അംഗം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു വ്യക്തി തന്നെ അതിജീവിതയെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. മണിക്കൂറുകൾ ഇത്ര പിന്നിട്ടിരിക്കുന്നു. എന്ത് നടപടി ആ പാർട്ടി എടുത്തു എന്നൊരു ചോദ്യമില്ലേ? എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളത്? ഇനിയിപ്പോൾ ഇതിൽ പോലീസ് നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് നടപടികൾക്ക് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും അത്തരം ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുക എന്നത് അറിയേണ്ടതുണ്ട്. എന്തായാലും KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സൂചന, പാർട്ടിയുടെ നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് മാത്രമാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ്. രാഹുലിനെ സംരക്ഷിക്കേണ്ടതോ രാഹുൽ ചെയ്ത പ്രവൃത്തികളോ ന്യായീകരിക്കേണ്ടതായ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. അങ്ങനെയിരിക്കെ രാഹുലിനെ യോജിക്കുകയും രാഹുലിനോട് വിയോജിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണും. അവരെല്ലാവരും പറയുന്ന ഓരോ വ്യക്തികളുടെയും അഭിപ്രായത്തിന് മറുപടി പറയേണ്ട കാര്യം കോൺഗ്രസിനില്ല എന്നൊരു നിലപാടാണ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ KPCC അധ്യക്ഷൻ അടക്കം തയ്യാറായിട്ടില്ല. പക്ഷേ ഇതിങ്ങനെയൊരു ചർച്ചയായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ നേതൃത്വം കൃത്യമായ വിഷയത്തിലൊരു നിലപാടെടുക്കുക. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊരു ആക്ഷേപം ഉയർന്നു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാൻ നിർബന്ധിതമായ സാഹചര്യം നമുക്കറിയാം. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, പിന്നീട് സസ്പെൻഡ് ചെയ്യുന്നു, പിന്നീട് ഏറ്റവും ഒടുവിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി പാർട്ടിയുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിനുശേഷവും ഒരു വിഭാഗം സൈബർ ഇടങ്ങളിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പാർട്ടിയെ വെട്ടിലാക്കാൻ ബോധപൂർവമായി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന സംശയമാണ് നേതൃത്വത്തിന്. അതേസമയം അതിനപ്പുറത്തുള്ള ഒരു പിന്തുണ രാഹുലിന്റെ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ പരിശോധന പാർട്ടി നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയും സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ അന്വേഷണം ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പരാതിയിൽ വളരെ കൃത്യമായി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ വാചകങ്ങൾ വളരെ കൃത്യമായി അവർ പറഞ്ഞിരിക്കുകയാണ്. ഐ ആം എ സർവൈവർ ഓഫ് സെക്ഷൽ അബ്യൂസ് ഹൂസ് ക്രിമിനൽ കംപ്ലൈന്റ് ഹാസ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് എ വെൽ നോൺ പൊളിറ്റീഷ്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ഒരു കേസിൽ തന്നെ സമൂഹ മാധ്യമത്തിൽ സാമൂഹിക ഇടങ്ങളിൽ വിചാരണ ചെയ്യാനുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെ നടന്നത്. അത് ബോധപൂർവമായി തൻ്റെ ആത്മാഭിമാനത്തെ തകർക്കാനായി നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് കൂടി ഈ പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടിയന്തരമായി ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും എന്നതാണ് അറിയാനുള്ളത്. പോലീസ് മേധാവി ഈ പരാതി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറാനാണ് സാധ്യത. കാരണം സൈബർ ക്രൈം പോലീസിന്റെ ചുമതല ADGPക്കാണ്. അങ്ങനെയെങ്കിൽ ADGP H. വെങ്കടേഷ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഇരിയുടെ ആവശ്യം അത് കൃത്യമായി സംസ്ഥാന പോലീസ് മേധാവി തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ അത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് കൂടി നിയമക്കുരുക്കായി മാറും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിജീവിത വളരെ ശക്തമായി തന്നെ സൈബർ ഇടങ്ങളിലും മറ്റും തന്നെ അധിക്ഷേപിക്കുന്നതിന് രംഗത്ത് വരുന്നു എന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. അത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടുന്ന ഒന്നാണ്. പരാതിയുമായി വരുന്നവരെ അധിക്ഷേപിച്ച് പിൻവലിപ്പിക്കാം എന്ന് കരുതുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ അതിജീവിതയുടെ ഈ പോരാട്ടം എന്ന് തന്നെ പറയാം. പക്ഷേ ഓരോ അതിജീവിതമാർക്കും ഇങ്ങനെ പോരാടേണ്ടി വരുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന്റെ വലിയ മൂല്യച്യുതിയായി തന്നെ നമുക്ക് കാണേണ്ടുന്നതാണ്. ഇവിടെ ഒരു സ്ത്രീ തന്നെ അതിന് മുന്നിട്ട് വന്നിരിക്കുന്നു. അതും ജനപ്രതിനിധിയായ ഒരു സ്ത്രീ തന്നെ അതിജീവിതയെ അധിക്ഷേപിക്കാൻ, അവരെ സംശയത്തിന്റെ മുനയിൽ നിർത്താൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് വലിയ സങ്കടമുളവാക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ എങ്ങനെ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നത് നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാം ചെയ്തു, ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ കൈ കഴുകുന്ന കോൺഗ്രസ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യത്തിൽ എന്ത് നടപടി എടുക്കുന്നു എന്നതും നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ്. ആത്മാർത്ഥമായ നടപടികളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവർക്കെതിരെയും നടപടി ഉണ്ടാകേണ്ടതാണ്. അതിൽ കോൺഗ്രസ് പാർട്ടി ഏത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതുകൂടി കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.